എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ഒരു സിനിമയാണ് കിരീടം. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് എൻ കൃഷ്ണകുമാർ, ദിനേശ് പണിക്കർ എന്നിവരുടെ നിർമ്മാണത്തിൽ മോഹൻലാൽ നായകനും പാർവതി നായികയും തിലകൻ, കവിയൂർ പൊന്നമ്മ, ശങ്കരാടി, മുരളി എന്നിവർ അഭിനയിച്ച് 1989 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കിരീടം. ഈ സിനിമയുടെ കഥാതന്തു ചുരുക്കം ചില വാക്കുകളിൽ ഞാനിവിടെ പറയുകയാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാം തികഞ്ഞ നായകനായിരുന്നു സേതുമാധവൻ. അച്ഛൻ്റെ മോഹം സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുന്ന മകൻ, അമ്മയുടെ മടിയിൽ വാത്സല്യ തലോടലേറ്റ് തലചായ്ച്ച് കിടക്കുന്ന കുട്ടി, കൂടപ്പിറപ്പുകളെ അതിരറ്റ് സ്നേഹിക്കുന്ന സഹോദരൻ, കണ്ണുകളിൽ കുസൃതിയും ഹൃദയത്തിൽ പ്രണയവും നിറച്ച കള്ളക്കാമുകൻ. എന്നാൽ വിധിയുടെ കൊടുങ്കാറ്റേറ്റ് നിലപതിക്കും വരെ അയാൾ ഒരു തണൽമരമായിരുന്നു. അച്ഛനെ രക്ഷിക്കാനാണ് സേതുവിനൊരു തെരുവുകുണ്ടയുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നത്. തികച്ചും സാഹചര്യം വരുത്തിവെച്ച ആ വഴക്കിൽ നിന്നുമായിരുന്നു അയാളുടെ ജീവിത പതനത്തിൻ്റെ തുടക്കം. അച്ഛൻ്റെ മോഹം പോലെ SI ആകാൻ കാത്തിരുന്ന മകൻ ഒടുവിൽ ഗുണ്ടയും കൊലപാതകയുമായി മാറുന്ന വിധിയുടെ ക്രൂര വിളയാട്ടം. എനിക്ക് ഈ സിനിമ ഹൃദയസ്പർശിയായി തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തോട് ഇഴകിച്ചേരുന്ന കുറേയേറെ കാര്യങ്ങൾ ഓരോ സീനിലൂടെയും കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതിൽ ചിലത് ഞാനിവിടെ വിസ്മരിക്കുന്നു. ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു സംഭാഷണത്തിൽ സേതു തൻ്റെ അച്ഛനോട് നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സസൈസ് മുടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുമ്പോൾ, ഭക്ഷണമോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് അച്ഛൻ പറയുന്നത് കൂടുതൽ ഒരു തരി എന്ന് സേതുവും അത് കേട്ട് തെമ്മാടി എന്ന് സ്നേഹത്തോട് പറഞ്ഞു ജയിക്കുന്ന അച്ഛനും. ഇവിടെ ഒരച്ഛൻ്റെയും മകൻ്റെയും പരസ്പര സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ സ്നേഹിക്കുന്ന പെണ്ണ് ദേവിയുടെ കല്യാണമാണെന്നറിഞ്ഞ് അവൾ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് സേതു ചെല്ലുമ്പോൾ അവനെ കണ്ട് ഓടി വരുന്ന ദേവിയും അവളുടെ ഈറനണിയുന്ന കണ്ണുകളും വാക്കുകളും ഹൃദയത്തെ തൊടുന്നവയാണ്. ഞാൻ സമ്മതിക്കില്ല, എന്നെയും കൊണ്ടുപോകണം, ഈ നിമിഷം ഞാൻ വരാം എന്നുള്ള ദേവിയുടെ കരച്ചിൽ, എന്നെ ഇനി ഓർക്കരുത് എന്നും പറഞ്ഞ് സേതു തനിയെ ദൂരേക്ക് നടന്നകലുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മളുടെ മനസ്സ് നമ്മൾ അറിയാതെ ഇടറും. അവസാന ഭാഗത്ത് കത്തി കാണിച്ച് അടുക്കരുത് എന്ന് പറഞ്ഞ് കുത്താൻ തയ്യാറായി നിൽക്കുന്ന ആ നിമിഷങ്ങൾ, അച്ഛൻ മകനോട് മോനെ കത്തി താഴെ ഇടടാ, നിന്റെ അച്ഛനാടാ പറയുന്നേ, കത്തി താഴെ ഇടടാ. അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരിലൂടെയും കടന്നു പോകുന്നത്. ഉള്ളിൽ വേദനയുടെ നെരിപ്പോടെരിയുമ്പോഴും വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഗാനം ഇതിലുണ്ട്. ഒരു പാട്ടിലൂടെ സിനിമ മുഴുവൻ വരച്ചു കാട്ടുകയാണ് സംവിധായകൻ സിബി മലയിൽ. വരികൾ കൊണ്ടും ഈണം കൊണ്ടും ഭാവം കൊണ്ടും അത്രമേൽ മലയാളികളുടെ മനസ്സുകൾ ചേർത്ത് പിടിച്ച പാട്ടാണ് കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി. ഈ ഗാനം ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടി കൂടുതൽ മികവുറ്റതാക്കിയിരിക്കുന്നു. മകനെ ഓർത്ത് ഉരുകിത്തീരുന്ന ഒരച്ഛൻ്റെ ഹൃദയം നുറങ്ങുന്ന വേദനയിൽ നിന്നുള്ള താരാട്ട്, അവനായി കാത്തിരുന്ന കിരീടം പാഴ്കിരീടമായി ചിന്നിച്ചിതർന്നത് കണ്ട ഒരമ്മയുടെ നെഞ്ചിൻ്റെ വിങ്ങലിൽ നിന്നുള്ള താരാട്ട്, ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേറുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ പുള്ളോർക്കുടം തേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി. സാഹചര്യം എങ്ങനെ ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യുമെന്ന് കാണിച്ചു തരുന്നതാണ് കിരീടം എന്ന ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഏവരുടെയും മുമ്പിൽ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നന്ദി.